സർവശക്തനായ ലോകനാഥൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളിലുണ്ടാവട്ടെ സഹോദരങ്ങളെ. ഞാനിപ്പോൾ ഉള്ളത് കന്യാകുമാരിയിലാണ്. കന്യാകുമാരിയുടെ പ്രത്യേകത അറിയാലോ. ലോകത്തിലെ ഒരേ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ ഇതുപോലെ 3 കടലുകളും സംഗമിക്കുന്നത്. ഇതാണ് സഹോദരങ്ങളെ കന്യാകുമാരിയിലെ ത്രിവേണി സംഗമം. ഇവിടുന്ന് നോക്കിയാൽ വിവേകാനന്ദ പാറയും കാണാം. ഇവിടുന്ന് പടിഞ്ഞാട്ട് നോക്കിയാൽ അറബിക്കടലും, അതുപോലെ കിഴക്കോട്ട് നോക്കിയാൽ ബംഗാൾ ഉൾക്കടലും, തെക്കോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രവും കാണാം. ഇതുപോലെ ഒരു സ്ഥലം ഈ ലോകത്ത് വേറെ എവിടെയും ഇല്ല. അതേപോലെ തന്നെ നമ്മുടെ ഈ സത്യവേദസാരങ്ങളിൽ 3 മതഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സത്യവേദസാരങ്ങൾ. അതിൽ ഗീതയുണ്ട്, ബൈബിളുണ്ട്, ഖുറാനുണ്ട്. ഇങ്ങനെയുള്ള 3 മതഗ്രന്ഥങ്ങളും ഉൾക്കൊള്ളുന്ന ലോകത്തിലെ ആദ്യത്തെ പുസ്തകമാണ് സത്യവേദസാരങ്ങൾ. അപ്പോൾ ഈ സത്യവേദസാരങ്ങളുടെ പ്രചാരണത്തിന് വേണ്ടി ജനങ്ങളിലേക്ക് സത്യവേദസാരങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഒരു യാത്ര തുടങ്ങുകയാണ് കന്യാകുമാരിയിൽ നിന്നും. അത് ഇവിടുന്നാണ്, ഈ ഒരു പുണ്യ സ്ഥലത്ത് നിന്നാണ് തുടങ്ങുന്നത്. ഈ യാത്ര ഇപ്പോൾ നമ്മൾ പദ്ധതിയിട്ടിട്ടുള്ളത് 800 കിലോമീറ്ററാണ്. ഈ 800 കിലോമീറ്റർ ഉള്ള ഈ യാത്ര തുടങ്ങുന്നത് അതിന് ഏറ്റവും അനുയോജ്യമായ 3 കടലുകൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമ സ്ഥലത്ത് നിന്നുമാണ്. ഈ യാത്രയുടെ തുടക്കത്തിൽ എന്നോടൊപ്പം ഫൈറോജയും അതുപോലെ ആദിലും വന്നിട്ടുണ്ട്. അവർ ഈ യാത്രയുടെ തുടക്കത്തിൽ വരണമെന്ന് അതിയായ ആഗ്രഹം പ്രകടിപ്പിച്ചു. അതുകൊണ്ട് അവരെയും ഞാൻ ഈ ഒരു ഉദ്ഘാടനത്തിന്, വേറെ ആരെയും നമ്മൾ കൂട്ടിയിട്ടില്ല, ഇതൊരു ആഘോഷങ്ങളില്ലാത്ത, ആർഭാടങ്ങളില്ലാത്ത ഒരു യാത്രയുടെ തുടക്കമാണ്. പ്രിയ സഹോദരങ്ങളെ, കാഠിന്യമേറിയ ഈ യാത്രയിൽ നിങ്ങളുടെ സ്നേഹവും സഹകരണവും അതുപോലെ സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹവും മാത്രമാണ് നമുക്ക് തുണ. അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഈ വീഡിയോകളൊക്കെ ഷെയർ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഒരിക്കലെങ്കിലും ഈ ഒരു പുസ്തകം നിങ്ങൾ ഓരോരുത്തരും വായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുക. ഈ പുസ്തകത്തിൻ്റെ പ്രധാന ലക്ഷ്യം സർവശക്തനായ നാഥൻ്റെ വചനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. വർഗീയമായോ മറ്റൊരു തരത്തിലുള്ള വിഭാഗീയതകളും ഇല്ലാതെ എല്ലാ ജനങ്ങളിലേക്കും സർവശക്തനായ നാഥൻ്റെ വചനങ്ങൾ എത്തിക്കുക. അതായത് പോസിറ്റീവായിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമുള്ള ഒരുപാട് വചനങ്ങൾ നമ്മുടെ ഈ 3 മതഗ്രന്ഥങ്ങളിലുമുണ്ട്. അപ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതുകൂടിയാണ് ഈ യാത്രയുടെ പ്രധാന ലക്ഷ്യം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, വിചാരിച്ച പോലെ ഒന്നല്ല. പരസ്പരം മത്സരിക്കാതിരിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിക്കുവാൻ നിങ്ങൾക്കും ഭാഗ്യമുണ്ടാകട്ടെ എന്ന പ്രശ്നങ്ങളുടെ ഈ മതസംഹാര സന്ദേശ